ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി കർത്താവ് വളരെ കൃത്യമായി പറയുകയാണ്. വിശുദ്ധ മർക്കോസ് 9:30 മുതൽ അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു. ആരും അത് അറിയരുതെന്ന് അവൻ ഇച്ഛിച്ചു. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, എന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവനോട് ചോദിപ്പാനും ഭയപ്പെട്ടു. അവൻ കഫർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ, നിങ്ങൾ വഴിയിൽ വെച്ച് വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. യേശു കർത്താവിൻ്റെ ആ മരണത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കാത്ത ശിഷ്യന്മാർ. കർത്താവ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സാധാരണക്കാരെന്ന് നമ്മൾ ചിന്തിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകണം. കർത്താവിൻ്റെ ത്യാഗം പോലെ ത്യാഗം സഹിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ ത്യാഗത്തിലൂടെയാണ് കർത്താവ് വിജയം വരിക്കാൻ സാധിച്ചത്. അത് ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല. യേശു കർത്താവിൻ്റെ മരണത്തെപ്പറ്റിയുള്ള ആ വാർത്ത ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല. കർത്താവിൻ്റെ മരണമാണ് കർത്താവിൻ്റെ ഉയർപ്പ്. ആ ഉയർപ്പാണ് എൻ്റെ നിങ്ങളുടെ ഉയർപ്പ്. അതാണ് നമ്മളെ മരണത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവ് യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ ഉയർപ്പിൻ്റെ ശക്തി ലഭിക്കുവാൻ, മരണത്തെ മനസ്സിലാക്കിയെടുക്കുവാനുള്ള കൃപ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.